സർവകലാശാലകളിൽ പുതിയ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ച് വിഭജന ഭീതി ദിനാചരണം. കേരള സർവകലാശാലയിൽ പുറത്തിറക്കിയ സർക്കുലറുകളെ ചൊല്ലിയുള്ള ആശയക്കുഴപ്പം ഇപ്പോഴും തുടരുകയാണ്. വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിൻ്റെ തുടർ നടപടി നിർണായകമാകും. അതിനിടെ വിഭജന ഭീതി ദിനം ആചരിക്കാൻ നിർബന്ധിക്കരുതെന്ന് ചൂണ്ടിക്കാണിച്ച് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി വൈസ് ചാൻസലർക്ക് കത്തയച്ചു. റിനു ശ്രീധർ തിരുവനന്തപുരം വിവരങ്ങളുമായി ചേരുന്നു. റിനു, പൊതുവേ ഇങ്ങനെയൊരു ദിനം ആചരിക്കുന്നത് തന്നെ പുതിയ സംഭവമാണ്. മാത്രമല്ല, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചരിത്രപരമായി ഉണ്ടായ വിഭജനം അതൊരു ദിനമായി ആചരിക്കേണ്ട ആവശ്യകത, ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൽ അന്തർഭവിച്ചിട്ടുണ്ട്. പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് SK. എന്തായാലും ഭാരതമ്പ വിവാദത്തിന് ശേഷം സർവകലാശാലകളിൽ മറ്റൊരു വിവാദത്തിന് വഴിവെച്ചിരിക്കുകയാണ് ഈ വിഭജന ദിനാഘോഷം. നാളെയാണ് വിഭജന ദിനാഘോഷം ആഘോഷിക്കുന്നതിന് വേണ്ടി ഒരു പ്രഖ്യാപനം നടത്തുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ ഒരു സർക്കുലർ സർവകലാശാലകൾക്ക് ഗവർണർ നൽകുന്നു വൈസ് ചാൻസലർ വഴി. പിന്നീട് അത് മാറ്റി നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. കേരള സംസ്ഥാനത്ത് ഇത് അനുവദിക്കില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി പോലും പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എവിടെയെങ്കിലും ഇത്തരത്തിലൊരു പരിപാടി നടത്തിയാൽ കൃത്യമായി തടയുമെന്നാണ് SFI ഒരു വെല്ലുവിളിയായി തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തിരുത്തി സർക്കുലർ ഇറക്കുന്ന ഒരു നിലപാടിലേക്ക് കഴിഞ്ഞ ദിവസം പോവുകയും ചെയ്തു. പക്ഷേ കേരള സർവകലാശാലയിൽ മോഹനൻ കുന്നുമ്മേൽ വൈസ് ചാൻസലർ ഇത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മണിക്കൂറുകൾക്കകം തന്നെ ഈ ഉത്തരവ് തിരുത്തി ഇറക്കിയ, അല്ലെങ്കിൽ ഉത്തരവ് ആദ്യം ഇറക്കിയ ഉദ്യോഗസ്ഥൻ രാജിവെക്കുന്ന ഒരു സാഹചര്യവും ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വലിയ രീതിയിലുള്ള ഗൗരവപരമായിട്ടുള്ള ഒരു ചർച്ചയിലേക്ക് നയിക്കുമെന്നുള്ളതിൽ സംശയമില്ല. ഇന്നിപ്പോൾ ഈ വൈസ് ചാൻസലറുടെ കേരള VCയുടെ ഒരു തീരുമാനം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമാകും എന്നുള്ളതാണ്. കാരണം ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഇതിനെ പിന്തുണച്ചു. പിന്നീടും നിലവിൽ മറ്റ് വൈസ് ചാൻസലർമാർ തിരുത്തി കത്ത് ഇറക്കുന്ന സർക്കുലർ അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിലും കേരള VC ഇത് അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തീരുമാനം നിർണായകമാകും എന്നുള്ളതാണ്. എന്തായാലും ഈ ദിനം ആചരിക്കാൻ നിർബന്ധിക്കരുത് എന്ന് കാട്ടി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയും ഇപ്പോൾ കത്ത് നൽകിയിട്ടുണ്ട് VCക്കും ഗവർണർക്കും അടക്കം. എന്തായാലും ഈ വിഭജന ദിനം ഈ മതപരമായും അല്ലെങ്കിൽ രാജ്യത്തെയും എല്ലാം തന്നെ വിഭജിപ്പിക്കുന്നതിൽ ഓർമ്മിപ്പിക്കുമെന്നുള്ളതാണ്. 2021 പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു ആഹ്വാനം നടത്തുകയും ചെയ്തിരുന്നു. അത് സൂചിപ്പിച്ച് അല്ലെങ്കിൽ അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വിഭജന ദിനം ആചരിക്കണമെന്ന് കാട്ടി ഗവർണറും ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകുകയും VCമാർ ഇത് സംബന്ധിച്ച സർക്കുലർ ഇറക്കുകയും ചെയ്തത്. എന്തായാലും ഇതിനെ തിരുത്തി ഇറക്കിയെങ്കിലും ഇതിൻ്റെ ഒരു വിവാദം തുടരുകയാണ്. SK. താങ്ക് യു റിനു ശ്രീധർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.